എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം. ഈശ്വരൻ ഇപ്പോൾ ഇന്നലെ നമ്മൾ വിരാധമോക്ഷം എന്ന ഭാഗം ചിന്തിച്ചു. ഒരു അസുരന് അല്ലെങ്കിൽ രാക്ഷസീയ പ്രവൃത്തി ചെയ്യുന്നവർക്ക് എങ്ങനെ മോക്ഷം കിട്ടുന്നു? ശ്രീകൃഷ്ണ ഭഗവാൻ പൂതനക്ക് മോക്ഷം കൊടുക്കുന്നു. ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും, ഇത്രയും ഭക്തരായ ചിലർക്ക് എന്തുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നില്ല, ദുഷ്ടന്മാർക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നു? ഈശ്വരനെ ആരോടും പക്ഷഭേദമില്ല. ഇപ്പോൾ നമ്മൾ ആശുപത്രിയിലൊരു ഡോക്ടർ നോക്കിയാൽ വലിയ കൊലപാതകിയായാലും വലിയ അക്രമം ചെയ്ത ഒരാളെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ ഇവൻ കലാപകാരിയാണ് അല്ലെങ്കിൽ ഇവൻ ദ്രോഹിയാണ്, ജനദ്രോഹിയാണ് എന്ന് കരുതി ഒരു ഡോക്ടറും അവനെ ആയുധം കയ്യിൽ കത്തി വല്ല ഓപ്പറേഷൻ ചെയ്തിട്ട് ബുള്ളറ്റ് എടുക്കേണ്ട കയ്യിലെ കത്തി കൊണ്ട് അവനെ കുത്തിക്കൊല്ലാൻ ഡോക്ടർ ശ്രമിക്കില്ല. ഈശ്വരൻ അതുപോലെ ഒരു ഭിഷഗ്വരനാണ്, ഒരു വലിയ ഡോക്ടറാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. 3 രീതിയിലുള്ള മരുന്ന് ഡോക്ടർമാർ നൽകാറുണ്ട്. 3 രീതിയിലുള്ള മരുന്ന്. ഇപ്പോൾ ഗോപികമാർക്ക് ഭഗവാൻ നൽകിയത് നല്ല മധുരമുള്ള മരുന്നാണ്. വേണമെങ്കിൽ ടോണിക് പോലുള്ള, അരിഷ്ടം പോലുള്ള മരുന്നുകൾ, നല്ല കുടിക്കാൻ നല്ല രസമുണ്ടാകും. അത് രോഗത്തിനനുസരിച്ചുള്ള ചികിത്സയുടെ പ്രാഥമിക ഘട്ടമാണ്. അതുപോലെയാണ് ഭക്തരും. അവർക്ക് ഈശ്വരൻ ചിലർക്ക് എങ്ങനെയൊക്കെ ഈ 3 കാര്യം പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. രണ്ടാമത് കുറച്ചുകൂടി കാഠിന്യമുള്ള രോഗമുള്ളവരുണ്ടാകും. പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ, ഈ ജന്മത്തിൽ ചിലപ്പോൾ ചെയ്തു പോയ കാര്യങ്ങൾ, അവർക്ക് കയ്പുള്ള കഷായമായിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി കാഠിന്യമുള്ള രോഗങ്ങൾക്ക് വൈദ്യന്മാർ കുറച്ചുകൂടി മരുന്ന് നൽകുന്നത്. ഡോക്ടർമാരാണെങ്കിൽ അത് കുറച്ചുകൂടി മരുന്നിൻ്റെയൊക്കെ കാഠിന്യം കൂട്ടും. പാണ്ഡവന്മാർക്ക് ഭഗവാൻ നൽകിയത് വനയാത്ര പോലുള്ള കൈപ്പേറിയ ജീവിതാനുഭവമായിരുന്നു. 3ാമത്തെ വിഭാഗം ഈ ആസുരീകതയുള്ള കഠിനദ്രോഹികൾ. അതായത് നമ്മുടെ പൊതുജീവിതത്തിൽ വലിയ രോഗം വന്നവരെ, ആ രോഗത്തിന് മധുരമുള്ള ടോണിക്കോ കയ്പുള്ള കഷായോ പോരാ, ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ട് ആ ഭാഗം നീക്കം ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. ശസ്ത്രക്രിയ വേണ്ടി വരും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. അത്തരം ശസ്ത്രക്രിയകളാണ് വിരാധനും അല്ലെങ്കിൽ അഹല്യാമോക്ഷം എന്ന് പറയുന്ന അഹല്യക്കും പൂതനാമോക്ഷം എന്ന് പറയുന്ന പൂതനക്കൊക്കെ നൽകിയത്. ആ അർത്ഥത്തിൽ വേണം ഈശ്വര അനുഗ്രഹത്തെ നമ്മൾ കാണാൻ. രാമാദികൾ അവിടെ നിന്ന് നേരെ വിരാധ മോക്ഷത്തിന് ശേഷം ശരഭംഗൻ്റെ ആശ്രമ സമീപത്തു കൂടെ പോവുകയാണ്. ശ്രീരാമൻ ഒരു വലിയ കാഴ്ച കണ്ടു. ദേവലോകത്ത് നിന്ന് പച്ചക്കുതിരകളെ പൂട്ടിയ രഥം താഴേക്ക് വരികയാണ്. ആ രഥത്തിൽ ഇന്ദ്രനുണ്ട്, മാതലിയൊക്കെ ഉണ്ട്. ശരഭംഗ ഋഷിയെ നേരെ ഇന്ദ്രലോകത്തേക്ക്, സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകാൻ വരികയാണ്. ശരഭംഗനും ഇന്ദ്രനും തമ്മിൽ വലിയ സംസാരം നടക്കുന്നുണ്ട്. രാമൻ വഴിയിൽ നിന്നു. ലക്ഷ്മണനോടും സീതയോടും അവിടെ നിൽക്കാൻ പറഞ്ഞു. അവർ സംസാരിക്കുന്നത് എന്താണെന്ന് രാമന് മനസ്സിലായി. ഞാൻ രാമനെ കാത്തിരിക്കുകയാണ്, രാമനെ കാണാനിരിക്കുകയാണ്. രാമൻ ഇതുവഴി വരും എന്ന് മനസ്സിലാക്കിയിട്ട് കാത്തിരിക്കുന്നു ശരഭംഗൻ. രാമായണം മുഴുവൻ വേണമെങ്കിൽ ഒരർത്ഥത്തിൽ എല്ലാവരുടെയും, അത് ഭക്തിയുള്ളവരുടെയും വിഭക്തരായവരുടെയും ഒക്കെ കാത്തിരിപ്പാണെന്ന് പറയാം. അതുകൊണ്ട് ഇന്ദ്ര മടങ്ങിപ്പോകാൻ പറയുന്നു. ഇന്ദ്രൻ നോക്കിയപ്പോൾ അങ്ങ് ദൂരെ ശ്രീരാമനെ കണ്ടു. രണ്ടുപേരും രഹസ്യമായ ഭാഷയിൽ അഭിവാദനം ചെയ്തു. ഇന്ദ്രരഥം മേലേക്കുയർന്നു. ലക്ഷ്മണനോടും സീതയോടും അവിടെ നിൽക്കാൻ പറഞ്ഞതിന് ശേഷം രാമൻ നേരെ ശരഭംഗൻ്റെ ആശ്രമത്തിലെത്തി. ശ്രീരാമചന്ദ്രനെ കണ്ട ശരഭംഗൻ ആകെ ആനന്ദഹർഷ പുളകിതനായിട്ട് രാമരാമ രാമരാമ എന്ന് പ്രാർത്ഥനയോടെ, ഞാൻ അങ്ങേ കാണാതൊരു ബ്രഹ്മലോകത്തിലുമില്ല രാമ. അത്രയും ശരഭംഗൻ എന്ന പേര് തന്നെ ഗൗതമ വംശജനായ ശരഭംഗൻ, ഇപ്പോഴും ശരഭംഗൻ്റെ പേരിലൊരു തീർത്ഥമൊക്കെ ഉണ്ട്, ശരഭംഗ തീർത്ഥം എന്ന് പറയും. ശരത്തെ ഭംഗം ചെയ്യുന്ന ശരീരമുള്ളവെന്നാണ് അതിനർത്ഥം. ശരത്തെ ഭംഗം ചെയ്യുന്ന ശരീരമുള്ള മഹായോഗിയാണ്. ഇന്നലെ നാം ചർച്ച ചെയ്തതുപോലെ ഉപദേവതമാരിൽ സിദ്ധന്മാർ എന്ന് പറയുന്ന അതിസിദ്ധനായ അഷ്ടൈശ്വര സിദ്ധിയുള്ള ശരഭംഗ ഋഷി തൻ്റെ മുന്നിൽ ദേവലോകത്തെ രഥം വന്ന്
ഇറങ്ങി നേരിട്ട് ഇന്ദ്രൻ വന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും ഇന്ദ്ര, ഞാൻ രാമനെ കാണാനിരിക്കുകയാണ് എന്ന് പറഞ്ഞ് രാമനെ നമസ്കരിച്ച് രാമനെ പ്രദക്ഷിണം വെച്ച് തൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ ആ യോഗാഗ്നിയിലേക്ക്, ആ അഗ്നിയിലേക്ക് ചാടിക്കൊണ്ട് ജീവൻ ത്യജിച്ചു. ഇതാണ് പ്രസിദ്ധമായ ശരഭംഗ മുനിയുടെ ചരിതം. വീണ്ടും മുന്നോട്ട് പോയി ശരഭംഗ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശേഷം വളരെ ശ്രേഷ്ഠമായ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് രാമായണം എത്തുകയാണ്. രാമനെ കാത്തിരിക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് തപോധനർ രാമനെ കാത്തിരിക്കുന്നു, രാമൻ്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്നു. ഓരോ യുഗത്തിലും പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓരോ യുഗത്തിലും സാധുജനങ്ങളെ സംരക്ഷിക്കാൻ, ധർമ്മത്തെ സംരക്ഷിക്കാൻ ഞാൻ അവതരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞത് ഇതാ സാർത്ഥകമാവുകയാണ്. ഈ കാണാൻ വന്ന അനേക ഋഷികൾ വലിയ ഒരു അഭ്യർത്ഥനയാണ് രാമനോട് നടത്തുന്നത്. രാമ, ആ കാണുന്ന മലകളെല്ലാം, മലയോളം കാണുന്ന വസ്തുക്കളെല്ലാം ഇവിടെ തപസ്സിരുന്ന ഋഷികളുടെ അസ്ഥികളാണ്. അസുരന്മാർ ആഹരിച്ച് വലിച്ചെറിഞ്ഞ എല്ല് ഒരു മലയായി മാറിയിരിക്കുന്നു. നമുക്ക് ആർക്കും ഇവിടെ സമാധാനത്തിൽ തപസ്സരിക്കാൻ പറ്റുന്നില്ല. രാക്ഷസന്മാർ വന്ന് ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് രാമൻ വരും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. രാമ, നമ്മെ യഥാവിധി തപസ് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരണം. അവരുടെ മുന്നിൽ രാമൻ അതികഠിനമായ പ്രതിജ്ഞയെടുക്കുന്നു. കോദണ്ഡപാണിയായ രാമൻ ഇതാ നിങ്ങൾക്ക് വാക്കു തരുന്നു, ഇനി നിങ്ങളെ ഒരു അസുരനും ഉപദ്രവിക്കുകയില്ല എന്ന്. എല്ലാവർക്കും നമസ്കാരം.